ലിമിറ്റ്സ്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റീസ് 13.1, 13.2 ആൻഡ് 13.3. Activity 13.1 Geometric Interpretation of Limits. Activity 13.2 Limits of Rational Functions. Activity 13.3 Limits of Piecewise Functions. ലിമിറ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ ലാബ് നമുക്ക് സഹായിക്കും. ലാബ് 13 പാർട്ട് 1-ൽ ആപ്ലെറ്റ് ഉണ്ടാക്കേണ്ട വിധം അതിൽ വിവരിച്ചിട്ടുണ്ട്. ആപ്ലെറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ആ ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 3 ആക്ടിവിറ്റീസും ചെയ്യുന്നത്. ആക്ടിവിറ്റി 13.1 Geometrical Interpretation of Limits. ഈ ആപ്ലെറ്റിൽ നമ്മൾ 2 സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്ലൈഡ് എച്ച് ആൻഡ് സ്ലൈഡ് എ. മിനിമം വാല്യൂ ഓഫ് സ്ലൈഡ് എച്ച് ഇസ് 0, മാക്സിമം വാല്യൂ ഇസ് 1. അതായത് 1 to 0. ഇതിൻ്റെ ഓസിലേഷൻ ഡിക്രീസിങ് മോഡിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇത് മൂവ് ചെയ്യുന്നത് 1 to 0. പിന്നെ ഇരിക്കുന്നത് സ്ലൈഡർ എ. അതിൻ്റെ മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ 5, ഇൻക്രിമെൻറ്റ് 0.1 എടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം പോയിന്റ്സ് A1, A2, APB. ഈ 3 പോയിന്റ്സ് എക്സ് ആക്സിസിൻ്റെ മുകളിലിരിക്കുന്ന പോയിന്റ്സ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് കേർവിൻ്റെ മുകളിൽ A1, P1, B1, A2, P2, B2 വൈ ആക്സിസിൻ്റെ മുകളിലിരിക്കുന്ന പോയിന്റ്സ്. അതായത് A1-ൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് എയുടെ എക്സ് കോർഡിനേറ്റ്. അതിവിടെ I = 1 ആണ് എയുടെ എക്സ് കോർഡിനേറ്റ്. A1-ൻ്റെ വൈ കോർഡിനേറ്റ് 1. Pയുടെ എക്സ് കോർഡിനേറ്റ് ആണിത് 2. ഓക്കെ, ഈ ഡിസ്റ്റൻസ് K, that is 2. So x coordinate of P is 2. Y coordinate of P2 is 4. X coordinate of B is 3. Y coordinate of B2 is 9. That is A1 is the point 1, 1 and B1 is 3, 9. ഇവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ x² ആണ്. അതുകൊണ്ട് പോയിന്റ്സ് 1, 1, 2, 4, 3, 9 എന്ന് കിട്ടും. ഇവിടെ എടുത്തിരിക്കുന്ന വാല്യൂ എയുടെ വാല്യൂ 2. ഇപ്പോൾ FA ഇതിന് നമ്മളിവിടെ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആക്ടിവിറ്റി 13.1-ൽ f of x is x², a is equal to 2. ഇവിടെ 5 ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ ചെക്ക് ബോക്സിൽ റെഡിൽ കാണുന്ന ഈ എല്ലാ ലെറ്റേഴ്സും അതിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് A1, A2, I = 1, G = 1, ലൈൻ സെഗ്മെന്റ്സ് A1, A1, A2. അതുപോലെ റൈറ്റ് ഈ ചെക്ക് ബോക്സിൻ്റെ അകത്ത് B, B1, B2, L = 9, M = 3, ലൈൻ സെഗ്മെന്റ്സ് B, B1, B1, B2 അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സുകളെയും ലൈൻ സെഗ്മെന്റുകളെയും ടെക്സ്റ്റുകളെയും ഹൈഡ് ചെയ്യോ ഷോ ചെയ്യോ ചെയ്യാം. അതുപോലെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലിമിറ്റ് ഈ 3 ചെക്ക് ബോക്സും കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് വൺ, ഗ്രാജുവലി ചേഞ്ച് ദ വാല്യൂ ഓഫ് h ഫ്രം 1 to 0. Observe the movements of points. What happens to A2 and B2 as A and B approaches P? Second one, show the values of the points. A1-ൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരണമെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ഉപയോഗിക്കും. സെറ്റ് h = 1 ആൻഡ് ഗ്രാജുവലി ബ്രിങ് ഇറ്റ് ടു 0. എച്ചിന് അനിമേഷൻ കൊടുക്കാം. ഓസിലേഷൻ ഡിക്രീസിങ് കൊടുത്തത് കൊണ്ട് h 1 to 0-ലേക്ക് മൂവ് ചെയ്യും. ഒബ്സർവ് ദ വാല്യൂസ്. സ്പ്രെഡ്ഷീറ്റിൽ കാണുന്ന വാല്യൂസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. വാട്ട് ഹാപ്പൻസ് ടു ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് എ ആൻഡ് ബി? വാട്ട് ഹാപ്പൻസ് ടു ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് A2 ആൻഡ് B2? We can observe that as the x coordinates of A and B approach to 2, the y coordinates of A2 and B2 approach 4. If we call the x coordinates of A and B as x, then y coordinates of A2 and B2 are f of x. So we observe that as x tends to 2, f of x tends to 4. That is the limit of f of x at x = 2 is 4. ഇത് നമ്മൾ ജിയോജിബ്രയിൽ ചെയ്യുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യാം. Now third one, what happens to the points A, B, A2 and B2 when h = 0? ഇപ്പോൾ നമ്മൾ ജിയോജിബ്ര ഫയൽ തുറക്കാം. അതിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലെറ്റ്. ഇവിടെ ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെക്ക് ബോക്സിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാം. റൈറ്റ് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ
അതിൽ ലിസ്റ്റ് ചെയ്ത പോയിന്റ്സും ലൈൻ സെഗ്മെന്റ്സും ഒക്കെ ഹൈഡ് ചെയ്ത് പോയി. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന പോയിന്റ്സ് P1 P2 A ഈക്വൽ ടു 2 അതിന് കറസ്പോണ്ടിങ് ആയ പോയിന്റ് ആണ് P ഈസ് A0. P is the point A0. P1 is A f of A and P2 is 0 f of A. ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് ആദ്യം നോക്കാം. എച്ചിന് ആനിമേഷൻ കൊടുക്കണം. അതിന് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്ലൈഡർ എച്ചിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആനിമേഷൻ ഓൺ. പോയിന്റ്സ് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. എ എന്ന് പറഞ്ഞ പോയിന്റ് പിയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ A2 P2ലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാല്യൂ മാറുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എക്സ് കോർഡിനേറ്റ് ഓഫ് A, y കോർഡിനേറ്റ് ഓഫ് A2. Or this is x coordinate of A1, this is y coordinate of A1. A Pയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് A2 P2ലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ റൈറ്റ് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ B1 B2 കിട്ടും. B ടെൻസ് ടു P, B2 ടെൻസ് ടു P2. B Pയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് B2 P2ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ആനിമേഷൻ ഓഫ് ചെയ്യാം. ഈ വാല്യൂസ് സ്പ്രെഡ്ഷീറ്റിൽ റെക്കോർഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വ്യൂവിൽ സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്ലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സ്പ്രെഡ്ഷീറ്റിൽ എക്സ് കോർഡിനേറ്റ് ഓഫ് A1, വൈ കോർഡിനേറ്റ് ഓഫ് A2 വരുന്ന പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് A1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റെക്കോർഡ് ടു സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. റോ ലിമിറ്റ് 10 അവിടെ ടിക്ക് ചെയ്യണം, ക്ലോസ് ചെയ്യണം. നമുക്ക് എക്സ് കോർഡിനേറ്റ് ഓഫ് A1, വൈ കോർഡിനേറ്റ് ഓഫ് A1 വരും. അതുപോലെ B1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അവിടെ റെക്കോർഡ് ടു സ്പ്രെഡ്ഷീറ്റ് കൊടുക്കുക, ടിക്ക് ടു റോ ലിമിറ്റ് 10 ദെൻ ക്ലോസ്. എക്സ് കോർഡിനേറ്റ് ഓഫ് B1, വൈ കോർഡിനേറ്റ് ഓഫ് B1 ഇവിടെ റെക്കോർഡ് ചെയ്ത് വരും. നമ്മളിത് ആനിമേഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിലെ വാല്യൂസ് ആനിമേഷൻ എച്ച് മൂവ് ചെയ്യുന്ന പോലെ ഇവിടെ വാല്യൂസ് ചേഞ്ച് ആകും. ഇപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് ഓഫ് A1 ഇവിടെ 1.84, 1.85, 1.86, 1.87 എക്സെട്ര 1.9, 1.91 ഇതിങ്ങനെ കൂടിക്കൊണ്ടാണ് പോകുന്നത്. 1.84ൽ നിന്ന് 1.91 ആയി. ഈ വാല്യൂ എക്സ് കോർഡിനേറ്റ് ഓഫ് A1 കൂടിക്കൊണ്ട് ഇവിടെ 2ലേക്ക് അപ്രോച്ച് ചെയ്യാന്ന്. എക്സ് കോർഡിനേറ്റ് ഓഫ് B1 ആദ്യം 2.16, 2.15, 2.14 ഇങ്ങനെ കുറഞ്ഞോണ്ട് 2.1, 2.09 കുറഞ്ഞോണ്ട് 2ലേക്ക് പോവാന്ന്. അതായത് എക്സ് കോർഡിനേറ്റ് ഓഫ് A1 ലെഫ്റ്റ് സൈഡിൽ നിന്ന് P എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. എക്സ് കോർഡിനേറ്റ് ഓഫ് B 2ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് മൂവ് ചെയ്യാം. A എന്ന് പറഞ്ഞ പോയിന്റ് 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് മൂവ് ചെയ്യുന്നു. B എന്ന് പറഞ്ഞ പോയിന്റ് 2ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 2ലേക്ക് മൂവ് ചെയ്യുകയാണ്. നമുക്ക് സ്ലൈഡർ ചെറുതായിട്ട് മൂവ് ചെയ്യാം. സ്പ്രെഡ്ഷീറ്റിൽ പോയിന്റ്സ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ 1.96, 2.04, 1.97, 1.99 ഇവിടെ 2.01. അതായത് ഈ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് 2ലേക്ക് പോവുകയാണ്. അതായത് എക്സ് കോർഡിനേറ്റ് ഓഫ് A1 ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ്. ഈ വാല്യൂസ് എല്ലാം 2നേക്കാളും ചെറിയ വാല്യൂസ് ആണ്. ഓക്കെ, ദീസ് എക്സ് ആർ ലെസ് ദാൻ 2 ആൻഡ് ഹിയർ എക്സ് ആർ ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ ഇവിടെ എക്സ് വാല്യൂസ് B1ൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞ് 2ലേക്ക് മൂവ് ചെയ്യാന്ന്. സോ എക്സ് ടെൻസ് ടു 2 ഫ്രം റൈറ്റ് സൈഡ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ രണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെയും 4ലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെയും ദിസ് വാല്യൂ ടെൻസ് ടു 4. വൈ കോർഡിനേറ്റ് ഓഫ് A1 ടെൻസ് ടു 4, വൈ കോർഡിനേറ്റ് ഓഫ് B1 ടെൻസ് ടു 4. അതായത് A2 B2 രണ്ട് പോയിന്റ്സുകളും P2ലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒന്നും കൂടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 0.01 ഞാൻ എടുത്തിരിക്കുന്നത് 0.01 ആണ്. അടുത്ത മൂവ്മെൻറ്റിൽ ഇത് 0 ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ H0 അന്നേരം പോയിന്റ്സ് ഇവിടെ കോയിൻസൈഡ് ചെയ്തു. A B പോയിന്റ്സ് എല്ലാം Pയിൽ കോയിൻസൈഡ് ചെയ്തു. അതുപോലെ
A2 B2 P2ൽ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, എക്സ് കോർഡിനേറ്റ് ഓഫ് A1 is 2, y coordinate of A1 is 4, x coordinate of B1 is 2, y coordinate of B1 is 4. X coordinate of A1 tends to 2 from left side, x coordinate of B1 tends to 2 from right side. F of x tends to 4. In both cases, f of x tends to 4. നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ചെക്ക് ബോക്സ് ലെഫ്റ്റിന് ഞാൻ ഷോ ചെയ്തിട്ടുണ്ട്, ബാക്കി റൈറ്റിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എച്ചിന് അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂസ് ഇവിടെ സ്പ്രെഡ്ഷീറ്റിൽ കാണാം. എക്സ് കോർഡിനേറ്റ് ഓഫ് A1 ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ് ആൻഡ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4. അതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് വിളിക്കും. അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ടേക്സ് വാല്യൂസ് വെരി ക്ലോസ് ടു 2 ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 2. So limit x tends to 2 minus f of x equal to 4. When x tends to 2 and x is less than 2, f of x tends to 4. So it is denoted by limit x tends to 2 minus f of x equal to 4. അതുപോലെ നമുക്കിനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. എച്ചിനെ 0ൽ കൊണ്ടുവച്ചു, അതിന് ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എച്ച് വാല്യൂ ഡിക്രീസ് ചെയ്ത് കൊണ്ടുപോകും. B1 tends to P1 or B tends to P and B2 tends to P2. ആ വാല്യൂസ് ആണ് ഇവിടെ കാണുന്നത്. എക്സ് കോർഡിനേറ്റ് ഓഫ് B1 tends to 2 and y coordinate of B1 tends to 4. It is denoted by right hand limit. Limit x tends to 2 plus f of x equal to 4. Limit x tends to 2 plus കൊണ്ട് ഉദ്ദേശിക്കുന്നത് x takes values very close to 2 but greater than 2. എക്സ് എടുക്കുന്ന വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ 2 ആണ്. ഗ്രേറ്റർ ദാൻ 2 ആണ്. 2.14, 2.13 ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് 2ലേക്ക് മൂവ് ചെയ്യും. ആസ് എക്സ് ടെൻസ് ടു 2, എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് വാല്യൂ ഇസ് ഫൈനൈറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഫൈനൈറ്റ്. Finite real number. So left hand limit exists. Limit x tends to 2 plus f of x is a finite real number. So right hand limit exists. ഇതിപ്പോൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. ഇവിടെ ഫൈനൈറ്റ് റിയൽ നമ്പർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ്. ആൻഡ് ഹിയർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് and which is equal to 4. ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ആ വാല്യൂനെയാണ് നമ്മൾ ലിമിറ്റിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ആസ് എക്സ് ടെൻസ് ടു 2, എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4. എക്സ് ടെൻസ് ടു 2 in 2 different ways. That is x tends to 2 from left side or x tends to 2 from right side. If these two limits exist and are equal, limit x tends to 2f of x exist and this is equal to this common value 4. So for the function f of x equal to x square, limit x tends to 2f of x exist and is equal to 4. അതുപോലെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആണെന്നും കൂടി നമുക്ക് ഇവിടെ പറയാം. Function is continuous. Left hand limit equal to right hand limit which is equal to f of 2. f of 2 is 2 square which is 4. Lab 13, activity 13.1, observations. First one, as A and B approaches P, A2 and B2 approaches P2. A, B, P ലേക്ക് പോകുന്ന സമയത്ത് when H tends to 0, A and B tends to P. At that time, points A2 and B2 tends to P2. Second one, if x coordinates of A and B be x and y coordinates of A2 and B2 be f of x, then as h tends to 0, x tends to 2 and f of x tends to 4. A, B യുടെ x കോർഡിനേറ്റ്സിനെ x ആയിട്ടും A2, B2 ൻ്റെ x കോർഡിനേറ്റ്സിനെ f of x ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ h tends to 0. When h tends to 0, x tends to 2 and f of x tends to 4. Now third one, limit x tends to 2 minus f of x equal to 4. X tends to 2 minus means x takes values very close to 2 and x is less than 2.
Now this is a finite real number, so left hand limit exists. Limit x tends to 2 plus f of x equal to 4. Limit x tends to 2 plus means x takes values very close to 2 and x is greater than 2. Since this is a finite real number, right hand limit exists. So here limit x tends to 2 minus f of x equal to limit x tends to 2 plus f of x. Left hand limit is equal to right hand limit. So left hand limit and right hand limits are exist and are equal. Therefore limit x tends to 2 f of x exist and limit x tends to 2 f of x equal to 4. Here limit x tends to 2, function is x square. So when we put x equal to 2, 2 square equal to 4. Limit x tends to 2, f of x is 4. That is limit x tends to 2, x square is 4. അപ്പോൾ ഇത് x square എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. Now fourth one, limit x tends to 2 minus f of x equal to 4 and limit x tends to 2 plus f of x equal to 4 and f of 2. F of 2 is 2 square which is 4. That is limit x tends to 2 minus f of x is equal to limit x tends to 2 plus f of x which is equal to 4 which is equal to f of 2. അപ്പോൾ ഇത് രണ്ടും സെയിം വാല്യൂ ആണ്, 4 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. So limit x tends to 2 f of x is equal to f of 2. So this is condition for continuity of a function at x equal to 2. A function is said to be continuous if limit x tends to 2 f of x is equal to f of a. Therefore f of x is continuous at x equal to 2. Activity 13.2. Procedure. In the above applet, change the function to f of x equal to x square minus 4 by x minus 2. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആപ്ലെറ്റ് തന്നെയാണ് 13.2നും ഉപയോഗിക്കുന്നത്. ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സിൽ നേരത്തെ ഇരിക്കുന്ന എക്സ് സ്ക്വയർ ചേഞ്ച് ചെയ്തിട്ട് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 കൊടുക്കണം. മൂവ് ദ സ്ലൈഡർ എച്ച് ഫ്രം 1 to 0. What is the limit of this function at x equal to 2? We have to find limit of f of x at x equal to 2. What happens to the points a2 and b2 when h equal to 0? a2 b2 y ആക്സിസിൻ്റെ മുകളിലിരിക്കുന്ന പോയിന്റ്സ് ആണ്. h equal to 0 ആകുന്ന സമയത്ത് a2 b2വിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. Change the function to f of x equal to x square minus 4 divided by x minus 2 when x not equal to 2, 6 when x equal to 2. What is the limit of this function at x equal to 2? നേരത്തെ എടുത്ത ഫംഗ്ഷൻ തന്നെയാണ്, ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലും കൂടി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 എക്സ് നോട്ട് ഈക്വൽ ടു 2 അത്ര മാത്രമായിരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷനിൽ വരുന്ന മാറ്റം വെൻ എക്സ് ഈക്വൽ ടു 2 വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് 6. നേരത്തെ എടുത്ത ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ആർ മൈനസ് സെറ്റ് 2, ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ ആർ. ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലെറ്റ് തുറന്നിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് റൈറ്റ് ലിമിറ്റ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയുടെ വാല്യൂ 1.9 ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഇവിടെ മാറ്റാൻ പോവാണ്. എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഇതുപോലെ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യാം. നമുക്കറിയാം എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, എക്സ് നോട്ട് ഈക്വൽ ടു 2. സ്ലൈഡർ എ മൂവ് ചെയ്യുമ്പോൾ പോയിന്റ് P1 ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഒരു പോയിന്റിൽ 2.1ൽ കുഴപ്പമില്ല, P1 ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പോയിന്റിന് എയുടെ വാല്യൂ 2 ആകുന്ന സമയത്ത് P1 വാനിഷ് ചെയ്യും. ബിക്കോസ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. സോ വെൻ എ ഇസ് ഈക്വൽ ടു 2 f of 2 is not defined, so P1 vanishes. എക്ക് നമ്മൾ വേറെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നും കുഴപ്പമില്ല. ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് അറ്റ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2. സോ വെൻ എ ഇസ് ഈക്വൽ ടു 2, പോയിന്റ് P1 vanishes. B1 A1 ലൈൻ്റെ മുകളിൽ വരുന്ന പോയിന്റ്സ് ആണ്. A2 B2 y ആക്സിസിൻ്റെ മുകളിൽ വരുന്ന പോയിന്റ്സ്.
എച്ചിൻ്റെ വാല്യൂ ആനിമേഷൻ കൊടുത്തിട്ട് 0ലേക്ക് വരുന്ന സമയത്ത് ഒബ്സർവ് A2 B2. When h equal to 0, what happens to the points A2 and B2? h 0ന്റെ അടുത്തേക്ക് പോവാണ്. h is tending to 0. When h equal to 0, B2 and A2 vanishes. A2 is the point 0a minus h, B2 is the point 0a plus h. When h is equal to 0, A2 is 0a and B2 is also 0a. Here a is 2, f of 2 is not defined, so A2 and B2 vanishes when h is equal to 0. Spreadsheet കിട്ടാൻ വേണ്ടിയിട്ട് വേവ് സ്പ്രെഡ്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ A1നും B1ൻ്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും റെക്കോർഡ് ചെയ്യുന്ന പോലെ നമ്മളവിടെ സ്പ്രെഡ്ഷീറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എച്ചിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പ്രെഡ്ഷീറ്റിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. സ്പ്രെഡ്ഷീറ്റ് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. എക്സ് കോർഡിനേറ്റ് ഓഫ് A1 ടെൻസ് ടു 2. x tends to 2 from left side, and f of x, that is y coordinate of A1, tends to 4. 3.9, 3.95, 3.98, 3.99. That is f of x tends to 4. That is when x tends to 2, f of x tends to 4, and this limit is known as left hand limit. Limit x tends to 2 minus f of x. That is x takes values very close to 2 but less than 2. x എടുക്കുന്ന values എല്ലാം less than 2 ആണ്. x is tending to 2 and x is less than 2. f is tending to 4. So limit x tends to 2 minus f of x is equal to 4. Similarly, when we take right hand limit, when h tends to 0, now here x coordinate of B1 takes the values 2.1, 2.09, etc. 2.01. That is x coordinate of B1 tends to 2 from right side of 2, and f of x tends to 4. That is x tends to 2 from right side. It is denoted by limit x tends to 2 plus f of x, and that limit is equal to 4. So here left hand limit and right hand limit exist. Since this value is a finite real number, so left hand limit, right hand limit exist. So limit x tends to 2 f of x exist. ഈ രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ആൻഡ് ദോസ് ടു ആർ ഈക്വൽ. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 f of x exist, and which is equal to the common value 4. In this case, f of 2 is not defined. Function is not defined at 2. So function x equal to 2 undefined ആണെങ്കിൽ പോലും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 f of x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. f of x equal to x square minus 4 divided by x minus 2 is continuous at all points of its domain. ഇതിൻ്റെ ഡൊമെയിൻ r minus set 2. ഡൊമെയിൻ്റെ അകത്ത് വരുന്ന എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ വേറൊരു പോയിന്റ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് a is equal to 1. a equal to 1. അപ്പോൾ ഇവിടെ let h tends to 0. When h tends to 0, x tends to 1. In both cases, x value of A1 and B1 tends to 1, and f of x tends to 3. f of x tends to 3. When h tends to 0, f of x tends to 3. x is tending to 1, f of x is tending to 3. When x is 1, f of x is 3. Function takes value 3 at x equal to 1. So this function is continuous at all real numbers. So this function is continuous at all points of its domain. Domain of this function is r minus set 2. ഡൊമൈനിലെ എല്ലാ പോയിന്റ്സിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബിക്കോസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഇ. ഇൻപുട്ട് ബോക്സിൻ്റെ അകത്ത് ഇഫ് എക്സ് ഈക്വൽ ടു 2 6, അതർവൈസ് എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ് ഈക്വൽ ടു 2, 6, എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2. നമുക്ക് നമ്മളെടുത്ത ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടും. എക്സ് ഈക്വൽ ടു 2 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ്റെ വാല്യൂ 6 ആണ്. അതർവൈസ് എക്സ് പ്ലസ് 2.
x square minus 4 by x minus 2 is x plus 2. When x equal to 2, value of function is 6. Spreadsheet എടുക്കാം. When h tends to 0, ഇവിടെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും എക്സ് വാല്യൂ ഇസ് ടെൻഡിങ് ടു 2. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് ഓഫ് a1, എക്സ് കോർഡിനേറ്റ് ഓഫ് b1 ടെൻഡിങ് ടു 2, f of x tends to 4, 3.99 tending to 4. Okay, this value is also tending to 4. So limit left hand limit and right hand limit exist, and the value of left hand limit is 4, right hand limit is 4. So limit x tends to 2, f of x exists and equal to 4. But in this case, f of 2 is equal to 6. At 2, value of the function is 6, but limit of function at 2 is 4. Activity 13.2, observations. Here f of x is x square minus 4 by x minus 2, x not equal to 2. നമ്മൾ ആദ്യം എടുത്ത ഫംഗ്ഷൻ ആണ്. അതായത് f of x നെ നമുക്ക് എങ്ങനെ എഴുതാം? x plus 2, x not equal to 2. അപ്പോൾ ഇത് x plus 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ല. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. x not equal to 2. അത് നമ്മൾ ശ്രദ്ധിക്കണം. At the point x equal to 2, function is not defined. So p1 vanishes when a is equal to 2. Second one, when h equal to 0, a2 and b2 vanishes since f of 2 is not defined. h 0 ആകുന്ന സമയത്ത് a2ന്റെ x കോർഡിനേറ്റ് a എന്ന് വരും, b2ന്റെ x കോർഡിനേറ്റും a എന്ന് വരും. a minus h becomes a plus h becomes a, so y coordinate is not defined. Limit x tends to 2 minus f of x equal to 4 and limit x tends to 2 plus f of x equal to 4. Therefore, left hand limit and right hand limit exist and are equal. Therefore, limit x tends to 2 f of x exist and limit x tends to 2 f of x equal to 4. ഈ limit exist ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് both left and right hand limit exist ചെയ്യുന്ന സമയത്താണ്. Here limit x tends to 2 f of x exist, but f of 2 is not defined. Limit exist ചെയ്യുന്നുണ്ട്, പക്ഷേ value of the function at 2 is not defined. Fourth one, f of x equal to x square minus 4 by x minus 2, x not equal to 2 is continuous at all points of its domain. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം domain is r minus set 2. 2 എന്ന് പറയുന്ന പോയിന്റ് ഡൊമൈനിന്റെ അകത്ത് ഇല്ല. അപ്പോൾ ഡൊമൈനിൽ ഇരിക്കുന്ന എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അറ്റ് x equal to 2, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് 6. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വാല്യൂ ഇസ് 4. സോ ലിമിറ്റ് x tends to 2 f of x exist and equal to 4. But in this case, this limit is not equal to f of 2. Here f of 2 is equal to 6. F of x is defined at x equal to 2, but its limit at x equal to 2 is not equal to the value of the function at that point. F of x equal to x square minus 4 by x minus 2, x not equal to 2 is not continuous at x equal to 2. Since limit x tends to 2, f of x is not equal to f of 2. A function is said to be continuous at x equal to a if limit x tends to a, f of x equal to f of a. പക്ഷേ ഈ കാര്യത്തിൽ ലിമിറ്റിന്റെ വാല്യൂ 4, ഫംഗ്ഷന്റെ വാല്യൂ 6. ആ ഒരു പോയിന്റിൽ മാത്രം ഫംഗ്ഷൻ ചാടിപ്പോകുന്നുണ്ട്, 6ലേക്ക് ചാടിപ്പോകുന്നുണ്ട്. This point of discontinuity is known as removable discontinuity. ഇപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ആക്കി മാറ്റാം. ഇത് റീഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് 2, ഇവിടെ നമ്മൾ എടുക്കേണ്ട വാല്യൂ എന്തായിരിക്കും? ലിമിറ്റും ഫംഗ്ഷന്റെ വാല്യൂ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കേണ്ട വാല്യൂ എന്തായിരിക്കും? യെസ്, 4. ഇപ്പോൾ ഇവിടെ നമ്മൾ 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകും. അപ്പോൾ ഇവിടെ 6 ഇല്ലത് കൊണ്ട് ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്. അതുകൊണ്ട് ഈ ഡിസ്കണ്ടിന്യൂറ്റിനെ നമ്മൾ പറയുന്നത് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. നമുക്ക് ഈ ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്തിട്ട് ഫംഗ്ഷനെ കണ്ടിന്യൂസ് ആക്കിയിട്ട് മാറ്റാം. ആക്ടിവിറ്റി 13.3, ലിമിറ്റ് ഓഫ് പീസ് വൈസ് ഫംഗ്ഷൻസ്. പ്രൊസീജിയർ: യൂസിംഗ് ദ എബോവ് applet, discuss the limit of the following functions. First one, f of x equal to x square if x less than or equal to 2, 2x plus 1 if x greater than 2, at x equal to 2.
Input if x less than or equal to 2x square, comma 2x plus 1 in the input box for the function f. What happens to f of x as x approaches to 2 from left and right? Now second one, change f of x equal to x square if x less than or equal to 2, 2x if x greater than 2, and discuss the limit at x equal to 2. Discuss the existence of limit for the following functions. First one, f of x equal to 1 by x at x equal to 0. Second one, f of x equal to 1 if x less than or equal to 0, 2 if x greater than 0 at x equal to 0. Now third one, f of x equal to x minus 2 if x less than 0, 0 if x equal to 0, x plus 2 if x greater than 0 at x equal to 0. Now here we have to input if x less than 0, x minus 2, comma x greater than 0, x plus 2, comma 0. Or if x less than 0, x minus 2, x equal to 0, 0, comma x plus 2. Fourth one, f of x equal to x square minus 1 if x less than or equal to 1, minus x square minus 1 if x greater than 1 at x equal to 1. GeoGebra file open ചെയ്യാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആപ്ലെറ്റ് തന്നെയാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സ്ലൈഡറിന്റെ ഇൻക്രിമെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 0.0001 ആണ് എടുത്തിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സ്ലൈഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക, ഇൻക്രിമെന്റ് ഇതിൽ 0.0001 കൊടുത്തിട്ടുണ്ട്. ഓസിലേഷൻ ഡിക്രീസിങ് അത് നേരത്തെ ചെയ്ത് വെച്ചതായിരുന്നു. അതുപോലെ തന്നെ എച്ചിനൊരു ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെക്ക് ബോക്സിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, limit of f of x at given point A. Enter 1 by x in input box of function f. Now this is graph of 1 by x. Here a is equal to 0. We have to check the limit at a equal to 0. Now here we have a, a1, a2. Now when h tends to 0, a tends to 0. A tends to 0. And a2 ഒന്ന് ഒബ്സർവ് ചെയ്യുക. when h tends to 0, a2 tends to minus infinity. a2 ഇതുപോലെ താഴെ പോകും, മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും, മൈനസ് ഇൻഫിനിറ്റി. When h tends to 0, a2 tends to minus infinity. Now consider right limit. When h tends to 0, b tends to p. That is x tends to 0 from right side. Then b2 tends to infinity. Observe the point b2. b2 is increasing and that point tends to infinity. So f of x tends to infinity when x tends to 0 from right side. When x tends to 0 from left side, f of x tends to minus infinity. When x tends to 0 from right side, f of x tends to plus infinity. So as x tends to 0 from left side, f of x tends to minus infinity, and x tends to 0 from right side, f of x tends to infinity. So limit does not exist. Here left hand limit does not exist, right hand limit does not exist, and the limit extends to 0 f of x does not exist. ഞാൻ ഇവിടെ ഇപ്പോൾ a equal to 1 എടുത്തിട്ടുണ്ട്. When h tends to 0, a2 and b2 approaches to p2. Okay, here y coordinate is 1, so f of x tends to 1. When x tends to 1, f of x tends to 1. When a is equal to 2, value of a is 2. When x tends to 2 from left side and x tends to 2 from right side, f of x tends to, now b2 and a2 tends to this point. Here y value is 1 by 2. 0.5 or 1 by 2. So when x tends to 2, f of x tends to 1 by 2 or 0.5.
എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ പോയിന്റിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതുള്ളൂ. ബാക്കി എല്ലാ വാല്യൂസിനും നമ്മൾ എക്ക് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കും. ആ പോയിന്റ്സിലൊക്കെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, now this 1 by x, domain of 1 by x is set of all real numbers minus set 0. So this function is continuous at all points of its domain. ഇതാണ് നമ്മുടെ അടുത്ത ഫംഗ്ഷൻ. If x less than or equal to 0, 1. If x greater than 0, 2. ഇൻപുട്ട് ബോക്സിൻ്റെ അകത്ത് ഇതുപോലെ കൊടുക്കണം. If x less than or equal to 0, 1, 2. x less than or equal to 0, value of function is 1. Here we have this graph. When x less than 0, f of x is 1. ഇവിടുത്തെ x ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും f of xന്റെ വാല്യൂ 1 ആണ്. When x greater than 0, f of x is 2. f of 2 is 2. f of 2.1 is 2. f of 3 is 2. അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ ഗ്രാഫ് കിട്ടും. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതിൻ്റെ ബാക്കി സ്ട്രെയിറ്റ് ലൈൻ ഇവിടെയാണ്. പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. ഗ്രാഫ് ഇതുപോലെ രണ്ട് പീസായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ P1 P2 സെയിം പോയിന്റ് ആയിട്ട് കാണാം. അങ്ങനെ വരാൻ കാരണം f of 0 1 ആയതുകൊണ്ടാണ്. x വാല്യൂ 0, here P we have this 0 0, P is the point 0 0, P1 and P2 are 0 1, P1 equal to P2 equal to 0 1, f of 0 is equal to 0. Now here A is equal to 0. Now we have these points. A on x-axis we have the point A1 on the curve and A2 on y-axis. When h tends to 0, A tends to 0 0. A tends to 0 0. That is x tends to 0 from left side. Then this point A1 tends to point P2, or f of x tends to 1. When h tends to 0, f of x tends to 1. When x tends to 0 from left side, f of x tends to 1. When x tends to 0 from left side, f of x is tending to 1. Now when h tends to 0, this point B tends to P. That is x tends to 0 from right side. When x tends to 0 from right side, f of x tends to 2. So limit x tends to 0 plus f of x is equal to 2. So here left hand limit is 1. Right hand limit is 2. Both left hand limit and right hand limit exist, but they are not equal. So limit x tends to 0 f of x does not exist. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, ഈക്വൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈക്വൽ അല്ല. അതുകൊണ്ട് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കിത് വീവിൽ സ്പ്രെഡ്ഷീറ്റ് എടുത്തിട്ടും ചെക്ക് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂസ് മാറുന്നത് കാണാം നമുക്ക്. x coordinate of A1 tending to 0 from left side. X coordinate of B1 tending to 0 from right side. That is here x tends to 0 from left side. Here x tends to 0 from right side. When x tends to 0 from left side, f of x tends to 1. When x tends to 0 from right side, f of x tends to 2. So limit x tends to 0 minus f of x is 1. Limit x tends to 0 plus f of x is 2. These two are not equal, so limit does not exist. Next function is if x less than 0, x minus 2, x equal to 0, 0, x greater than 0, x plus 2. ഇപ്പോൾ ഇൻപുട്ട് ബോക്സിൻ്റെ അകത്ത് ഇതുപോലെയാണ് കൊടുക്കേണ്ടത്. ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് മൈനസ് 2, എക്സ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഈക്വൽ ടു 0, 0, എക്സ് പ്ലസ് 2. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കിട്ടും. ഇതാണ് ഗ്രാഫ്. ഇവിടെ P1 P2 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. കാരണം f of 0 is equal to 0. ഓക്കെ, 0 0. P is the point 0 0. P1 and P2 are also 0 0. f of 0 is equal to 0. So P1 is also 0 0. And P2 is a point on y axis, that is 0 f of a plus h, which is also 0 0. P1 P2 equal to 0 0. Now here we have to check the limit at the point A is equal to 0. Now consider left hand limit. A1, A2. A2 is a point on y axis. A is a point on x axis.
When h tends to 0, a tends to 0. This point tending to 0, 0. And this a1 tends to minus 2. Or this a2 tends to minus 2. അപ്പോൾ നിങ്ങൾ a2 ഒബ്സർവ് ചെയ്യാം. When h tends to 0, a2 tends to minus 2. When x tends to 0 from left side, f of x tends to minus 2. Okay? ഇവിടുത്തെ x വാല്യൂ 0ലേക്ക് പോകുന്നുണ്ട്. ഫ്രം ലെഫ്റ്റ് സൈഡ് എന്നാണ്. ഇപ്പോൾ a2 ടെൻഡിങ് ടു മൈനസ് 2. a2 tends to minus 2. So, left hand limit x tends to 0 minus f of x is minus 2. Now consider right hand limit. When h tends to 0 from right side, b ഇവിടെ നിന്ന് p ലേക്ക് പോകുന്ന സമയത്ത്, that is x tending to 0 from right side, b2 tends to 2, f of x tends to 2. ഇപ്പോൾ നിങ്ങൾ b2 ഒബ്സർവ് ചെയ്യുക. When h tends to 0, b2 tends to 2, that is f of x tends to 2. When x tends to 0 from right side, f of x tends to 2. Limit x tends to 0 plus f of x is 2. So here, limit x tends to 0 minus f of x is minus 2. Limit x tends to 0 plus f of x is 2. a2 ഇവിടെയാണ് വരുന്നത് മൈനസ് 2ൽ, b2 2ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. Here, left hand limit exists. Since this is a finite real number, left hand limit exists. Right hand limit also exists, but they are not equal. So, limit x tends to 0 does not exist. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഈക്വൽ അല്ല, മൈനസ് 2ഉം 2ഉം ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ ഈ പ്രോബ്ലം വരുന്നുള്ളൂ. അവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും ഫംഗ്ഷന്റെ വാല്യൂ അവിടെ നിന്ന് ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ വന്ന് 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 മൈനസ് 2ലേക്ക് എത്തി. മൈനസ് 2 ഒരു ചാട്ടാണ് 0ലേക്ക്, 0 ഒരു ചാട്ടം 2ലേക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടേക്ക് ഫംഗ്ഷൻ പീസ് ആയിട്ട് പോയി. ഇവിടെ ഒരു പീസ് ഉണ്ട്, ഇവിടെ ഒരു ഡോട്ട്, ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ 0 0 ബിലോങ്സ് ടു എഫ്. പിന്നെ വരുന്ന പീസ് ഇവിടെയാണ്. ഓക്കെ, ഗ്രാഫ് ഇതുപോലെ 3 പീസായിട്ട് കിട്ടും. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ട്, ഇവിടെ ഒരു പോയിന്റ് ആണ്, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. നമുക്ക് പെന്ന് റൈസ് ചെയ്യാണ്ട് ഇതിനെ വരക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ ഇവിടം വരെ വന്നു, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പെന്നെ നമ്മൾ ഉയർത്തിയിട്ട് വേണം ഈ പോയിന്റ് ഇടാൻ. ഇവിടുന്ന് ഒന്നും കൂടി ഉയർത്തിയിട്ട് വേണം ഈ ലൈൻ വരക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്. നമുക്കിത് സ്പ്രെഡ്ഷീറ്റിലും ഒബ്സർവ് ചെയ്യാം. വേവ് സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, വെൻ h tends to 0, x coordinate of a1 tending to 0 from left side, x coordinate of b1 tending to 0 from right side. F of x tends to minus 2. Here f of x tends to 2. That is left limit is minus 2, right limit is 2. At 0, f of x is 0. Okay, so here limit x tends to 0 minus f of x is minus 2. Limit x tends to 0 plus f of x is 2. Left hand limit is not equal to right hand limit. Okay. Now next function is if x less than or equal to 1, x square minus 1. If x greater than 1, minus x square minus 1. ഇപ്പോൾ ഇൻപുട്ട് ബോക്സിൽ ഇതുപോലെ കൊടുക്കണം. if x less than or equal to 1, x square minus 1, x cap 2 minus 1, minus x square minus 1, minus x cap 2 minus 1. എൻ്റർ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലാക്കാം ഗ്രാഫ് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടുന്ന് ഫംഗ്ഷൻ ഇങ്ങോട്ടേക്ക് ചാടി ബാക്കി പീസ് ഇങ്ങോട്ടേക്കാണ് ഇങ്ങനെയാണ് പോകുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് ഈ പാർട്ട്, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ് ഈ കാണുന്ന പാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് P2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വൈ എക്സിന്റെ മുകളിൽ വരുന്ന പോയിന്റ് ആണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന എയുടെ വാല്യൂ 1 ആണ്. ഈ 1ലാണ് നമുക്ക് ലിമിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേറെ വേറെ വാല്യൂസ് വരാനുള്ള സാധ്യതയുള്ളത്. വേറെ പോയിന്റ്സിലെല്ലാം നമ്മൾ എക്ക് വേറെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം വാല്യൂ ആയിരിക്കും. പക്ഷെ ഇവിടെയാണ് ഫംഗ്ഷൻ കട്ട് ചെയ്ത് രണ്ടായിട്ട് പോകുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് സ്ക്വയർ മൈനസ് 1, എക്സ് ഗ്രേറ്റർ ദാൻ 1, മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഗ്രാഫ് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അവിടെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും വേറെ വേറെ വാല്യൂ കിട്ടാനുള്ള സാധ്യതയുള്ളത്.
പക്ഷെ വേറെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്ക് നമ്മൾ വേറെ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും സെയിം വാല്യൂ ആയിരിക്കും. നമുക്കിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ പോയിന്റ് A1, A2. A is a point on x-axis, A2 is a point on y-axis. When h tends to 0, A tends to P. P ഇവിടെ 1 ആണ്. ഈ A 1ലേക്ക് ടെൻഡ് ചെയ്യും. A എടുത്തിരിക്കുന്നത് 1 ആണ്. So P is the point 1, 0. When h tends to 0, A tends to P, or this point tends to 1, 0, or x tends to 1 from left side. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. 1 ഇവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന വാല്യൂ ഇരിക്കുന്നത് 1. ഈ എക്സ് വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1ലേക്ക് പോകും. അതായത് എക്സ് ടെൻസ് ടു 1 ഫ്രം ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ A2 എവിടത്തേക്കാണ് പോകുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. വെൻ h ടെൻസ് ടു 0, A Pയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ A2 P2ലേക്കാണ് പോകുന്നത്. P2 എന്ന് പറയുന്ന പോയിന്റ് 0, 0 ആണ്. A2 P2ലേക്കാണ് പോകുന്നത്. അതായത് A2 ഈ f of x tending to 0. When h tends to 0, f of x tends to 0. That is, when x tends to 1 from left side, f of x tends to 0. Okay, x ഇവിടുന്ന് 1ലേക്കാണ് പോകുന്നത്. A എന്ന് പറയുന്ന പോയിന്റ് Pയിലേക്ക്. അതായത് x tending to 1, f of x tends to 0. Limit x tends to 1 minus f of x is 0. നമുക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. എക്സ് ആക്സിന്റെ മുകളിൽ ഇരിക്കുന്ന പോയിന്റ് B, y ആക്സിന്റെ മുകളിൽ ഇരിക്കുന്ന പോയിന്റ് B2, കർവിന്റെ മുകളിൽ ഇരിക്കുന്ന പോയിന്റ് B1. When this point tends to P, that is x tends to 1 from right side, this f of x, ഈ വാല്യൂ എവിടത്തേക്ക് ടെൻഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. h is tending to 1 from right side. B2 tends to -2. -2ലേക്കാണ് B2 പോകുന്നത്. നമുക്കിത് സ്പ്രെഡ്ഷീറ്റിലും ഒബ്സർവ് ചെയ്യാം. എച്ചിൻ്റെ വാല്യൂ ചെറിയൊരു വാല്യൂ ആക്കി വെച്ചിട്ടുണ്ട്. 0.001 എടുത്തിട്ടുണ്ട്. സ്പ്രെഡ്ഷീറ്റ് വന്നു. എച്ചിൻ്റെ വാല്യൂ ചെറുതാക്കി കൊണ്ടുപോകാം. Okay, x coordinate of A1 tending to 1 from left side of 1. ഇതെല്ലാം 1നെക്കാളും ചെറിയ വാല്യൂ ആണ്. x is less than 1. So x tends to 1 from left side. Then f of x tends to 0. ഇതിങ്ങനെ കുറഞ്ഞ് 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. Now here x coordinate of B1 tending to 1 from right side. ഇതെല്ലാ വാല്യൂസ് എല്ലാം 1നെക്കാളും വലിയ വാല്യൂസ് ആണ്. x greater than 1. x tending to 1 from right side. Then f of x tends to -2. ഇപ്പോൾ ഇവിടെയുള്ള വാല്യൂസ് എല്ലാം ടെൻഡ് ചെയ്യുന്നത് -2ലേക്കാണ്. So when x tends to 1 from left side, f of x tends to 0. When x tends to 1 from right side, f of x tends to -2. So we have limit x tends to 1 minus f of x is 0. Limit x tends to 1 plus f of x -2. So left hand limit exists. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ്. ഈ കിട്ടുന്ന വാല്യൂ ഫൈനൈറ്റ് റിയൽ നമ്പർ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ വാല്യൂസ് സെയിം അല്ല, ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത് രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് 13.3 ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 13.1, 2, 3 3 ആക്ടിവിറ്റീസാണ് ചെയ്തത്. ഇതൊക്കെ നോട്ടിൽ എഴുതിയിട്ട് ഒബ്സർവേഷൻ ബുക്കിൽ എഴുതുക. അതിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, താങ്ക് യു.